അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയ കൂട്ടുകാരെ, ഇൻസ്പിറാത്തിന്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ ബദർ യുദ്ധത്തിലെ ഏതാനും ചില അനർഘ നിമിഷങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. അഹദത്തിലെ അലിഫ് അലിഫിലെ മഗമിയം അലിഫ് അക്ഷരം പൊരുൾ ബിസ്മില്ലാഹ് അരിമാൽ കലികൊത്ത് വനുദിനം ഖുർആനിൽ അലകുറ്റല ഗുരി ബിസ്മില്ലാഹ് അലകുറ്റല ഗുരി ബിസ്മില്ലാഹ് ബഹ്റാൻ ഖുർആനിൽ പൊരുൾ പൊരുളണങ്ങിനി പരീക്ഷ കടൽ പതി ബിസ്മില്ലാഹ് ബദ്ര പടകൊരു കവിനുകൾ വതിമുകൾ പരിവത്താവൽ തതി ബിസ്മില്ലാഹ് പരിവത്താവൽ തതി ബിസ്മില്ലാഹ് അഹദത്തിലെ അലിഫ് അലിഫിലെ മഗമിയം അലിഫ് അക്ഷരം പൊരുൾ ബിസ്മില്ലാഹ് അരിമാൽ കലികൊത്ത് വനുദിനം ഖുർആനിൽ അലകുറ്റല ഗുരി ബിസ്മില്ലാഹ് അലകുറ്റല ഗുരി ബിസ്മില്ലാഹ്. ഖസ്വത്തുൽ ബദർ, യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ചറിഞ്ഞ ദിനം, ആത്മസമർപ്പണത്തിന്റെയും ത്യാഗോജ്വലതയുടെയും ഇതിഹാസ ചരിത്രം. മദീനയിൽ എത്തിയിട്ടും നബിയെയും സ്വഹാബത്തിനെയും ഖുറൈശികൾ വെറുതെ വിട്ടില്ല. അവർ നബിയെയും സ്വഹാബത്തിനെയും ക്രൂശിച്ചുകൊണ്ടേയിരുന്നു. തങ്ങളുടെ സമ്പത്ത് കവർച്ച ചെയ്തുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞ നബിയും സ്വഹാബത്തും അവരെ പിന്തിരിയാൻ ശ്രമിച്ചു. പക്ഷേ അവർ വഴിമാറി രക്ഷപ്പെട്ടു. പക്ഷേ അവർ വഴിമാറി രക്ഷപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും യമപുരിയിലേക്ക് അയക്കണമെന്ന ദുശ്ശാഠ്യത്തോടെ അബൂജഹൽ സംഘവും പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതാ വരുന്നു അബൂജഹലും സംഘവും. അങ്ങനെ ബദറിൽ പൊടിപാറി. ബദറിൽ വാളും യുദ്ധവും പരിചയം ഘടകങ്ങളും തമ്മിലുരസി. ആർപ്പുവിളികളും അട്ടഹാസങ്ങളും ഉയർന്നു കയറുന്നു. യുദ്ധക്കളം ചെഞ്ചായമണിഞ്ഞു. എന്താണ് സംഭവിക്കുന്നത്? കൊതുകൊല മതിമിതിമിതമിതമതമതും തന്നിൽ കത്തി മുതൽത്തി ചുറ്റിയിടനുരകൾ അണിയണി വരവരും പരിമരിക്കും ദുഷ്ടമറക്കും പ്രദേശി വരികൾ കുട കുട പട കൊടി പിടി പിടി ചൊടി കണ്ടും കുട കുട പിടി 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 ചൊടി കണ്ടും ചുറ്റും കുറ്റെടുത്തേ പട്ടാളം ഇടകൊടു കൊടുമാലേ കൊതി കൊതി മതലടി അടി ാനെ ദിശയിൽ കൊതി കൊതി മതലടി അടികളെ ദിശയിൽ പുറമേ ഡമ 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 ചുവടുകൾ കുഴൽ വിളി ചുളം വിളി 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 മടവടി കൊണ്ടും തൊടുവിളി പരിഹാളം. ഖുറൈശി പ്രമുഖർ ഓരോന്നോരോന്നായി നിലംപതിക്കുകയാണ്. അബൂജഹലിന്റെ മനസ്സിൽ ഭീതിയുടെ അഗ്നിയാളി. അയാൾ തന്റെ ദൈവങ്ങളായ ലാത്തയെയും ഉസയെയും മനാത്തയെയും ആവർത്തിച്ച് വിളിച്ചു. പക്ഷേ നേത്രനിര ഒന്നടങ്കം നശിച്ചു പോയിരിക്കുകയാണ്. അസ്വദും അലീദുമെല്ലാം ആ ദന്തയുദ്ധത്തിൽ നേരത്തെ തന്നെ പരലോകം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ഇബ്നു മസ്ഊദ് തങ്ങളും അബൂജഹലും നേരിടുകയാണ്. അതിനു മുമ്പ് തന്നെ അബൂജഹൽ നിലംപരിശായിരിക്കുകയാണ്. മീകായിൽ അലൈഹിസ്സലാമിന്റെ പ്രഹാരമേറ്റ് അബൂജഹൽ നിലംപരിശായിരിക്കുകയാണ്. അബൂജഹലിന്റെ പതനത്തോടെ ഖുറൈശിയിലെ ഭൂരിഭാഗം ആളുകളും പിന്തിരിഞ്ഞോടുകയാണ്. എന്നാൽ ഇബ്നു മസ്ഊദ് തങ്ങൾ ആരെയോ ആ ജഡങ്ങൾ മാത്രമുള്ള ആ ശ്മശാന മുഖതയിൽ ആരെയും തിരഞ്ഞു നടക്കുകയാണ്. ആരെയായിരിക്കും ഇബ്നു മസ്ഊദ് തങ്ങൾ തിരഞ്ഞു നടന്നിട്ടുണ്ടാകുക? നബികൾ റസൂലുകൾക്കും നായകൻ ഫാത്തിമാനെ നബി തങ്ങൾ അസ്ഹാബിമാരിലല്ലാഹ് കാടി അബൂജഹലിനെ പടകൾ തന്നിൽ തന്നിലുള്ള കിടക്കുന്ന ഹർമാൻ പോലെ കേട്ട് മുആദിയുണ്ടു ചെന്നാൽ കണ്ടു ഞാൻ കിതാബിനിൽ കലകങ്ങൾ അശദുള്ള അവതൂരി കഥ കേട്ടല്ല സൈറായപ്പോ കഥ കേട്ടല്ല സൈറായപ്പോ
ആരെയാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ തിരഞ്ഞെടുത്തത്? മറ്റാരെയുമല്ല, സാക്ഷാൽ അബൂജഹലിനെ തന്നെ. പ്രച്ചേറ്റ് വീണ് കിടക്കുന്ന കണ്ട് കുറിയ മനുഷ്യനായ ഇബ്നു മസ്ഊദ് തങ്ങൾ അയാൾ നെഞ്ചത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ പലതും പറയുകയാണ്. പ്രച്ചേറ്റ് കിടന്നിട്ടും ബോധം നഷ്ടപ്പെടാനായിട്ടും മരിക്കാനായിട്ടും അബൂജഹൽ ഹുങ്കോടുകൂടെ പലതും പറയുകയാണ്. എന്നാൽ ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് തിരിച്ചു പലതും ചെയ്യാനും ഉണ്ടായിരുന്നു. എന്തായിരിക്കും അബൂജഹൽ പറഞ്ഞിട്ടുണ്ടാകുക? കേളടാ കേളടാ മുജാഹിദേ, കേളടാ കൊടിയേ കേടാ, കേളടാ ചടയാ മോടാ കേളടാ. കേളടാ മുജാഹിദേ, കേളടാ കൊടിയേ കേടാ, കേളടാ ചടയാ മോടാ കേളടാ. തുടി തുടിക്കും ചടയാ, കടു കടുക്കും പഹയാ, തുടി തുടിക്കും ചടയാ, കടു കടുക്കും പഹയാ. ജഹലേ കേളടാ, കേളടാ മുജാഹിദേ, കേളടാ കൊടിയേ കേടാ, കേളടാ ചടയാ മോടാ കേളടാ. ചടിച്ചകത്ത പോലെ മാറി കീഴപ്പകനെ ചാടും അതുള്ള നാടും മാസകല. ചടിക്കിടപ്പിലുടൻ മാറി മാറുമ്പോൾ കൊളിത്തടിഞ്ഞിടുന്നു പേടം കടുകടുവാൻ. കേളടാ കേളടാ മുജാഹിദേ, കേളടാ കൊടിയേ കേടാ, കേളടാ ചടയാ മോടാ കേളടാ. സ്വല്പം അഹങ്കാരത്തോടെ അബൂജഹൽ പറയുകയാണ്, എന്റെ കഴുത്തു നീ നീട്ടി മുറിക്കണം. ഇത് കേട്ടപാടെ ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ദേഷ്യം കൂടി വന്നു. ഇത് കേട്ട ഉടനെ തന്നെ ഇബ്നു മസ്ഊദ് തങ്ങൾ തന്റെ ഉറയിൽ നിന്നും വാളൂരി അബൂജഹലിനെ ഓങ്ങാൻ നിൽക്കുമ്പോൾ അബൂജഹൽ ഇനിയും ഹുങ്കോടുകൂടെ പറയുകയാണ്, എന്റെ ഉറയിൽ ഇതിലും നല്ല വാളുണ്ട്, അതെടുത്ത് നീ എന്നെ പ്രയോഗിച്ചോളൂ. ഇത് കേട്ടപ്പോൾ തന്നെ അബൂജഹൽ ഒന്നുകൂടെ ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ഒന്നുകൂടെ ദേഷ്യം കൂടി. അങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിന്റെ ഉറയിൽ നിന്നും വാളൂരി അബൂജഹലിന്റെ കഴുത്ത് നീട്ടി അങ്ങ് മുറിച്ചു. അങ്ങനെ ആ കഴുത്തുകൊണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ പോയി ഇലാ ഹദ്റത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. നബിയും സഹാബത്തും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ സഹാബാക്കൾ മർഹബ ചൊല്ലി അവരെ സ്വീകരിച്ചു. നബിതങ്ങൾ സുജൂദിലേക്ക് നമ്ര ശിരസ്കനായിരുന്നു. ആനേ ആഗുബഗൻ കരസൻ ബർസാർ ഹർ തോ ഇബ്നു മസ്ഊദ് തൊട്ടരൻ സാർ. ആനേ ആഗുബഗൻ കരസൻ ബർസാർ ഹർ തോ ഇബ്നു മസ്ഊദ് തൊട്ടരൻ സാർ. ചേനാ കാടും വിടകവർ നാടന്താ സിംഹാനെ ദിയോരെ തിരുമുമ്പന്നാ ഗോദാനി ശൈതു മുമ്പവർ സോനവാ ഒട്ടേയുരെല്ലാം വരും മർഹബാ. പൊള്ളാറഹ് സട്ടിലെ ബിയാർ മുന്നിൽ മുന്തി പേരിയോനെ സുജൂദ് ചെയ്തേ. നബിതങ്ങൾ പറഞ്ഞു, ഹാദാ ബിദാക, ഇത് അതിന് പകരമാണ്. അന്ന് കാബാലയത്തിൽ വെച്ച് സത്യതയിൽ പറഞ്ഞതിന് വേണ്ടി നിന്റെ കർണപണം അടിച്ചു പൊട്ടിച്ചില്ലേ അബൂജഹൽ, അതിന് നീ സുന്ദരമായി പകരം ചോദിക്കുന്നു ഇബ്നു മസ്ഊദേ. ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് സന്തോഷമായി. സുഹൃത്തുക്കളെ, ബദർ എന്നത് ഒരു ആക്രമണമായിരുന്നില്ല, ഒരു ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും അടയാളമായിരുന്നു എന്ന് ബദർ യുദ്ധത്തെ വക്കരിക്കുന്നവരുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.